എസെക്കിയേൽ 39:1-2. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്, രോഷ്, മേശക്, ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധം. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി 6 ശേഷിപ്പിച്ച് ഉക്രൈൻ യുദ്ധത്തിൽ ഈറ്റുനോവ് വരുന്നത് പോലെ ഇസ്രായേൽ പർവ്വതനിരകളിൽ എത്തിക്കും. അതിൻ്റെ പേരാ 3-ാം ലോകമഹായുദ്ധം. റഷ്യയുടെ കൂടെ ആരൊക്കെ ചേരും? എസെക്കിയേൽ 38:5-6. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരികയും ധരിച്ച പാർസികൾ, പേർഷ്യൻ രാജ്യം, അഫ്ഗാനിസ്ഥാൻ, കൂത്യർ, കൂശ്യർ, എത്യോപ്യ രാജ്യം, പൂത്യർ, ലിബിയ രാജ്യം, ഗോമേര്, ഇന്നത്തെ കൊറിയ, തോകർമാഗ്രഹം, തുർക്കി അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയോട് ചേരും. അപ്പോൾ ഇന്നത്തെ ഇസ്രയേലിനോട് ആര് ചേരും? നിന്നോടുകൂടെ ആരൊക്കെ? തർശീഷ് വർത്തകങ്ങൾ അഥവാ യൂറോപ്യൻ യൂണിയൻ ആരുടെ കൂടെ ചേരുമെന്നറിയാമോ? ഇസ്രയേലിനോട് കൂടെ ചേരും. അമേരിക്ക ഇസ്രയേലിനോട് കൂടെ ചേരും. ഇന്ത്യ ഇപ്പോൾ ഇസ്രയേലിനോട് നിൽക്കുന്നു. ഇവരെല്ലാം കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, റഷ്യയെ നീ കവർച്ചയിടുവാനോ കൊള്ളയിടുവാനോ വെള്ളിയും പൊന്നും മോഷ്ടിക്കുവാനോ വരുന്നത്? എന്തുകൊണ്ട് റഷ്യ അന്ത്യദിനത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കും? ഇതൊരു ജാതി ആക്രമണമല്ല. സാമ്പത്തിക മണ്ഡലം തകരുന്ന റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. ഇസ്രയേലിന് 3 കാര്യമുണ്ട്. ലോത്തിന്റെ കാലത്ത് തീയിറങ്ങിയ ചാവുകടലിൽ ധാതുലവണമുണ്ട്. ഇസ്രയേലിലെ നെഗോ മരുഭൂമിയിൽ ഗ്യാസ് ഉണ്ട്. ഹൈഫ പോർട്ടിനകത്ത് എണ്ണക്കിണറുണ്ട്. അതുകൊണ്ട് റഷ്യ ഇസ്രയേലിന് ആവർത്തനം 33:24. ആഷേർ പുത്രസമ്പത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ യഹോവയ്ക്ക് പ്രിയം, അവന്റെ കാൽ എണ്ണയിൽ മുങ്ങട്ട്. അങ്ങനെയെങ്കിൽ അന്ത്യദിനം റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. ആ ഭാഗം ഇന്നലെ ആയപ്പോൾ ഇടവേളയായി. അതിന്റെ നടുവിൽ ഒരു ഭാഗത്ത് അത് നടന്നപ്പോൾ, ആ യുദ്ധം മുറുകിയപ്പോൾ ഇസ്രയേലിന് നേരെ ആക്രമണം. അതാ ഒക്ടോബർ 7 പൗലോസ് ലീഗ ധന്യൻ ചൊല്ലി റോമാലേഖനം 11:25. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം സഹോദരന്മാരെ ഇസ്രയേലിന് അംശമായ കാഠിന്യമുണ്ടായിരിക്കും. അതാ ഇന്നത്തെ യെരുശലേമിനകത്ത് തീയിറങ്ങുന്നു. ആമോസ് 2:5. ഇന്നലെ കുഞ്ഞു വായിച്ചു, ഞാൻ യെരുശലേമിനകത്ത് ഒരു തീ അയക്കും, യഹൂദന്റെ അരമനകളെ അത് കത്തിച്ചു കളയുമെന്ന്. ഇന്നലെ രാത്രി ഇതുവരെ യഹൂദനെ കരുതിയ ഒരു കരുതലുണ്ടായിരുന്നു. അതായിരുന്നു അവന്റെ ടെക്നോളജി. യെശയ്യാ പ്രവചനത്തിനകത്ത് അവന്റെ വാഗ്ദത്തം, പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ യെരുശലേമിനെ സൈന്യങ്ങളുടെ യഹോവ കാക്കും. ഇസ്രയേലിനെ കൈവിട്ട് തുടങ്ങി. അത് അയൺഡോം തകരുന്നു, ഡേവിഡ് സിംഗ് തകരുന്നു, ആരോ റൂട്ട് തകരുന്നു. അത് കഴിഞ്ഞ ചാട് സംവിധാനമൊക്കെ ഒരു കാലത്ത് അവന്റെ ടെക്നോളജിയാണ്. അതിന്റെ നടുവിൽ നിന്ന് യഹൂദൻ കരയും. ഈ യുദ്ധം എവിടത്തേക്ക് വരും? യെരൂശലേമിലേക്ക് വരും. മത്തായി 23:37 വാക്യം കുഞ്ഞു വായിച്ചു. യെരൂശലേമേ, യെരൂശലേമേ, നിന്റെ അരികെ വന്നവര് നീ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞ യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം ഇപ്പൊ നടക്കുമോ? ഇന്നലെ എസെക്കിയേൽ വീണ്ടും എഴുതി. എസെക്കിയേൽ 21, 26, 27. ഞാനല്ല, പ്രിയ തമ്പിപ്പാശല്ല, പ്രിയ അച്ഛനല്ല, ലാലുപ്പാശല്ല എന്താ എഴുതിയേക്കുന്നറിയാവോ? പറഞ്ഞു തരാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളഞ്ഞ് താഴ്ന്നവന് ഉയർത്തും, ഉയരുന്നവൻ താഴും. അങ്ങനെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉന്മൂലനാശം, 1-ാം ലോകമഹായുദ്ധം, 2 ഉന്മൂലനാശം. ഇനി വരാൻ പോകുന്നത് ഒരു ഉന്മൂലനാശം, 3-ാം ലോകമഹായുദ്ധം. അപ്പൊ കുഞ്ഞു വായിച്ചു, അതിനവകാശമുള്ളവൻ വരുവോളം അതില്ലാതെ ഇരിക്കും. അതാരംഭിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മടങ്ങി വരുമെന്ന് ഇന്നലത്തെ സന്ദേശം. ആകയാൽ തണ്ണിത്തോടുള്ള ദൈവ കുഞ്ഞുങ്ങളോട് ഇന്നലെ രാത്രി യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം, എൻ്റെ ഈ വചനങ്ങളെ കേട്ട്, മത്തായി 7:24-25, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ പെരുങ്കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, സുനാമി വന്നു, അട്ടച്ചാക്കല്ല കാറ്റടിച്ചു. നിന്റെ വീട് വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ക്രിസ്തുവാകുന്ന പാറമേൽ മൂലക്കല്ലിനകത്ത് ഉറപ്പിച്ച് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭയാകെ വീട് വീഴുന്നതിന് മുമ്പ് കാന്തന്റെ കാഹളം മുഴങ്ങുമെന്ന് ഇന്നലെ രാത്രി. എത്ര പ്രസംഗം കേട്ടിട്ട് തണ്ണിത്തോട്ടി കൊടപ്പെടാതെ മണലിന്മേൽ
മണലിന്മേൽ അടിസ്ഥാനമിട്ടവൻ. എന്താ സംഭവിച്ചത്? അടിസ്ഥാനമില്ല, വചനമില്ല, ആരാധനയില്ല, രക്ഷയില്ലാതെ കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് ലോകത്തിന്റെ മോഹത്തിൽ നടക്കുന്ന മണലിന്മേൽ അടിസ്ഥാനമിട്ടവൻ വീട് പണിയും. കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, പെരുമഴ പെയ്തു, ആ വീട്ടിന്മേൽ വീണു, അത് വീണു പോയി. ഇന്നലെ രാത്രി ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവന്റെ കീഴെ പാതാളം അവനെ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. സത്യവചനത്തിന്റെ 1-ാം ഭാഗം ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി തണ്ണിത്തോടുള്ള ദൈവ കുഞ്ഞുങ്ങളോട് ദൈവദാസനാകുന്ന ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തതയുടെ കവാടം തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൻ വരുമെന്ന് വിശ്വസിക്കുന്ന തണ്ണിത്തോട് മലമടക്കിലെ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രിയും പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. തണ്ണിത്തോടെ, ചിറ്റാറെ, കരിമാൻതോടെ, മൊഴിയേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. Everyone open your Bible in this evening. We are going the prophecy of Zechariah chapter 12 verse 2 and 3. വിശുദ്ധ സെഖരിയ പ്രവചനം 12, 2, 3 വാക്യങ്ങൾ. 13 വാക്യമായിരിക്കും വായിക്കുന്നത്. ഇന്നലത്തതുപോലെ തന്നെ 9:20 ആകുമ്പോൾ നിങ്ങൾക്ക് വൈൻഡ് ചെയ്യും. 9:20 കൂടുതൽ പോകത്തില്ല. ഒരു പാട്ട് പാടിയാൽ ചിലപ്പോൾ 2 മിനിറ്റ് മുന്നോട്ട് പോകും, അതുപോലെ 10 മണി വരെ പോകത്തില്ല. 13 വാക്യങ്ങളായിരിക്കും. 10 വാക്യങ്ങൾ കഴിയുമ്പോൾ ഇടവേളയായിരിക്കും, ഒരു ബൈബിൾ ക്ലാസ് പോലെ. 3 വാക്യം കൂടെ വായിക്കുമ്പോൾ അവസാനിക്കും. കുഞ്ഞു വായിച്ച സഹായിക്കും. എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറന്നാട്ട് സെഖരിയ പ്രവചനം 12, 2, 3 വാക്യങ്ങൾ 2-ാം ദിനം വായിച്ചാട്ട് മോളെ. ഞാൻ യെരൂശലേമിനെ ഇന്ന് പോകുന്ന പരിപാടി യെരൂശലേമിലേക്ക് പോവുക. അതിനു വേണ്ടിയാ ഈ റഷ്യ ഉക്രൈൻ എല്ലാം ഒരു വെടിനിർത്തൽ വരും. ഇനി സംഭവിക്കുന്ന ജെറുസലേമിലേക്ക്. ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും 21 അറബ് രാഷ്ട്രങ്ങൾക്ക് വായിക്കാം ഒരു പരിഭ്രമ പാത്രമാക്കും. യെരൂശലേം ഒരു പരിഭ്രമ പാത്രം, അന്താരാഷ്ട്ര വിഷയമാകും. അതാ ഇന്നത്തെ ഇസ്രയേൽ, ഇറാൻ. അടുത്ത വാക്ക് യെരൂശലേമിന്റെ നിരോധനത്തെങ്കിൽ ഇസ്രയേലിനെതിരെ എല്ലാ രാജ്യങ്ങളും ഒരു കാലത്ത് ഒരു ഉപരോധം കൊണ്ടുവരും മക്കളെ. അടുത്ത വാക്ക് അത് യഹൂദയ്ക്കും വരും. ഇസ്രായേൽ ദേശം നിലവിളിക്കും. യഹൂദന്റെ നിലവിളിയുടെ കാലം വരാറായി. അടുത്തത് അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും, ഉലകത്തിലെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കും. അന്ത്യകാല പ്രവചനം. അത് കഴിഞ്ഞിട്ട് വായിക്കാം. അതിനെ ചുമക്കുന്നവരൊക്കെയും ഇസ്രയേലിന്റെ വിഷയത്തെ ഇടപെടുന്ന സകലവനും കരയാൻ തുടങ്ങുന്നു. അടുത്തത് കഠിനമായി മുറിവേൽക്കും. അടുത്തത് ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. യെരൂശലേമിന് വിരോധമായി കൂടി വരും. 5 ഭാഗമാ. ഇതൊന്നും ആരും തൊടത്തില്ല. ഇവിടെ സെൻട്രൽ കൺവെൻഷൻ നടന്നാലും, ഇട്ടിയപ്പാറ നടന്നാലും, കുമ്പനാട് നടന്നാലും, തിരുവല്ലായി നടന്നാലും ഇവരാരും ഈ ഭാഗം തൊടത്തില്ല. അവർക്കൊട്ട് അറിയത്തുമില്ല. സ്വോത്രം. അതുകൊണ്ട് ഇതുപോലുള്ള യോഗത്തിലെങ്ങാനും വന്ന് നിങ്ങൾ നോട്ട്സ് എഴുതിയെടുത്താൽ നല്ലത്. ഞങ്ങളൊരു 3-4 പേരെ ഉള്ളിനി, ബാക്കി ആരും ഇത് പറയുന്നില്ല. പോൾ ഗോപാലകൃഷ്ണൻ സാറുണ്ട്, അത് കഴിഞ്ഞ് ജോൺ പി തോമസ് സാറുണ്ട്, അത് കഴിഞ്ഞ് തോമസ് മാമൻ സാറും ഉണ്ട്, പിന്നെ വഴിയോരത്തെ കവലപ്രാസംഗനായ ഞാനും ഉണ്ട്. ഞങ്ങൾ പോകുന്നതോടുകൂടി കാര്യം തീരും. സന്തോഷമില്ലല്ലോ. പിന്നെ വെളിപ്പാടും ഇല്ല, സക്കരിയാവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. സ്വോത്ര. പച്ചയ്ക്ക് പറയുക, പെന്തിക്കോസുകാരോട് പറയുക. പണ്ടത്തെ എല്ലാ കൺവെൻഷനിലും ഒരു വ്യക്തിയെങ്കിലും കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ കൺവെൻഷനിൽ അവറാച്ച മലയിൽ പോയതാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വോത്രം. അബ്രഹാം മലയിൽ പോയിട്ട് എത്രയോ കൊല്ലമായി. കർത്താവിൻ്റെ വരവ് പറയുന്നവന് ഒരുത്തന് വേദിയും കൊടുക്കത്തില്ല, പ്രസംഗിക്കുന്നവനെ അടിച്ചുകൊണ്ടിരിക്കും. സ്വോത്രം. പച്ചയ്ക്ക് ഞാൻ പറയാം. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. ജെറുസലേം 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ വിരോധമായി കൂടി വരും, 5 ലോകത്തിൽ ഒരു മുറിവ്. നാളെയും ഇന്നും നാളെയും ഇതിനെ ബേസ് ചെയ്തായിരിക്കും സംഭവം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം. കഴിഞ്ഞ രാത്രി നമ്മൾ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോയി. നമ്മുടെ ഭവനങ്ങളിൽ ദൈവം നമ്മെ കാത്തു. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം കാത്തു. നമ്മുടെ വെളിനാട്ടിലുള്ള മക്കളെ ദൈവം കാത്തു. അമ്മച്ചി വലിയ പണം തന്നില്ലെങ്കിലും, വലിയ ഡോളർ തന്നില്ലെങ്കിലും, രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഒരിക്കൽ കൂടി എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നോ, എൻ്റെ
കാലിന് വീഴ്ചയിൽ നിന്ന് എൻ്റെ പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാത പീഠത്തിൽ കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവ് നിയമത്തിൻ്റെ പെട്ടകവുമായി ഞങ്ങളുടെ നടുവിലേക്ക് വന്നിട്ടുണ്ടല്ലോ. യഹോവയുടെ തിരുശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നു. യഹോവയുടെ തിരുശബ്ദം വനാന്തരത്തിൽ മുഴങ്ങുന്നു. യഹോവയുടെ തിരുശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. യഹോവയുടെ തിരുശബ്ദം ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുമ്പോൾ ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചതുപോലെ തണ്ണിത്തോട് ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുക, കുടുംബജീവിതം തകർന്ന വ്യക്തികൾ യേശുവിനെ കാണുക. ഈ കൺവെൻഷൻ കൂട്ടം മുഖാന്തരമായി മാറട്ടെ. പുഴവക്കത്ത് രക്താംബരം വിറ്റുകൊണ്ടിരുന്ന ലുദിയയുടെ ചങ്കിനകത്ത് വചനമിറങ്ങിയപ്പോൾ അവൾ നാഥനെ രക്ഷിതാവായി സ്വീകരിച്ചതുപോലെ ജീവന്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം, നിത്യതയുടെ വചനം ഈ പട്ടണത്തിൽ കേട്ട് ചിലരുടെ കരങ്ങൾ യേശുവിന് വേണ്ടി ഉയരുന്ന ദിനങ്ങളായി മാറട്ടെ. അപ്പാ, വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറട്ടെ. ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറട്ടെ. പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറട്ടെ. തണ്ണിത്തോട് പട്ടണം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സഭകൾ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. നാനാജാതി മതസ്ഥരെല്ലാം തണ്ണിത്തോട് എൻ്റെ കർത്താവിൻ്റെ കരത്താൽ ഈ ദിവസം വിടുവിക്കപ്പെടുന്ന ദിനമായി മാറട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ തിരിക്കണമേ. പ്രിയ പിതാവേ, ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഇവിടെ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട യേശുപ്പച്ചൻ്റെ നാമം മാത്രം പ്ലസ് തണ്ണിത്തോടിനകത്ത് ഉയരണം. കുഞ്ഞുങ്ങളെല്ലാം കാക്കണം. ശബ്ദം, വെളിച്ചം, പ്രകൃതി വിട്ടേച്ചു വന്ന ഭവനങ്ങളെല്ലാം ദൈവം കാക്കും. വിടുതലോടെ മക്കളെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വളരെ താഴ്മയോടെ ദൈവസ്നേഹത്തോടെ വിശുദ്ധ ബൈബിൾ തുറന്നുകൊണ്ടിരിക്കാം. 20 മിനിറ്റ് യെരുശലേമിലേക്ക് പോകും. അതിനുശേഷം ഇന്നത്തെ ഇസ്രയേൽ ഗാസ, ഇസ്രയേൽ ലെബനോൻ, ഇസ്രയേൽ യമൻ, ഇന്നത്തെ റൈസിംഗ് ലയൺ വരുമ്പോഴായിരിക്കും ഇടവേള. നല്ല ചിന്തയോടെ ആയിരിക്കണം. ഇന്നലെ കർത്തൃദാസന്മാർ പറഞ്ഞതുപോലെ വളരെ വേഗത കുറച്ച് അന്ത്യകാലത്തിന്റെ ദൂതായിരിക്കും പ്രതിപാദിക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, വിശുദ്ധ ബൈബിൾ 39, പഴയ നിയമം, പുതിയ നിയമം 27 ഭാഗങ്ങൾ. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ 17 പ്രവചനങ്ങളാ ഉള്ളത്. അതിനകത്ത് മേജർ പ്രവചനങ്ങൾ 4 എണ്ണമാ. 1 ഇരമ്യാവ്, 2 യെശയ്യാവ്, 1 ഇരമ്യാവ്, 2 യെശയ്യാവ്, 3 എസെക്കിയേൽ പ്രവചനം. ഇത് 3 എണ്ണമാ വലിയ പ്രവചനങ്ങൾ. അത് കഴിഞ്ഞ് മധ്യകാല പ്രവചനങ്ങൾ, ഇടപ്രവചനങ്ങൾ 4 എണ്ണമുണ്ട്. 1 ദാനിയേലുണ്ട്, സെക്കരിയാവുണ്ട്, ആമോസ് ഉണ്ട്, ഹോശയ്യുണ്ട്. അത് കഴിഞ്ഞ് തുലോം കുഞ്ഞു പ്രവചനങ്ങൾ ബൈബിളിനകത്ത് ഹബക്കൂക്കുണ്ട്, നഹൂമുണ്ട്, യോവേലുണ്ട്, മലാക്കിയുണ്ട്. ഇതെല്ലാം കുഞ്ഞു പ്രവചനങ്ങൾ. വിശുദ്ധ ബൈബിളിലെ 38ാമത്തെ പുസ്തകമാ സെക്കരിയ പ്രവചനം. മക്കളെല്ലാം നല്ലതുപോലെ നോട്ട് എഴുതിയെടുക്കണം. എൻ്റെ ആഗ്രഹം നിങ്ങൾ ഇതൊക്കെ തുണ്ടെഴുതി പ്രസംഗിക്കണം. അതിനുവേണ്ടിയേ പറയുന്നത്. 38ാമത്തെ പുസ്തകം യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് 550 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ ഇന്നേക്ക് 2550 കൊല്ലം മുമ്പ് ഇദ്ദോ പ്രവാചകനായ സെക്കരിയാവിൽ കൂടി വരാനിരിക്കുന്ന കാലത്തെ ഇസ്രയേലിനെ പറ്റി രേഖപ്പെടുത്തിയതാ ഏതാ? സെക്കരിയ പ്രവചനം. 256 വാക്യങ്ങൾ, 14 അധ്യായങ്ങള് സെക്കരിയ പ്രവചനത്തിന്റെ പ്രത്യേകത. ഇവിടെ ഒരു ഭാഗം നിങ്ങൾ ചിന്തിക്കണം. യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ് ഓശാന പെരുന്നാൾ തൊട്ട് സെക്കരിയ പ്രവചനത്തിന്റെ നിർണായക കാര്യം പറഞ്ഞു തരാം. സെക്കരിയ 9:9 ഇന്നലെ ഞാൻ പറഞ്ഞു, സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കാം, യെരുശലേം പുത്രിയെ ആർപ്പെടുക, സിയോനിന്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി വരും. 10ാം അധ്യായം അത്തിതളർക്ക്. അതുകൊണ്ട് ബരാക്ക് 8 മിസൈൽ ഓപ്പറേഷൻ സിന്ദൂറിനകത്ത് പാകിസ്ഥാന്റെ മണ്ടക്കിട്ടടിച്ച് പാകിസ്ഥാൻ കരഞ്ഞതാ ഇസ്രയേലിന്റെ ബരാക്ക് മിസൈൽ. സെക്കരിയ 10 പിന്മഴയുടെ കാലത്ത് നീ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, അവൻ മിന്നൽ പിണറിനെ അയക്കും. ആ പേര് വെച്ച് ഉണ്ടാക്കിയ സാധനമാ ബരാക്ക്. പോസ്റ്റ് ഇടുന്നവന്മാർ വേണേ അതും പറയും. സ്വോത്രം അതുകൂടെ എഴുതിക്കോ. അതാ ഇസ്രയേലിൽ നിന്ന് വന്ന ബരാക്ക് 8 സംവിധാനമാ പാകിസ്ഥാൻ ഈ ദിവസങ്ങളിൽ. 11ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9 സിയോൻ പുത്രിയെ, 10 ബരാക്ക് മിസൈൽ, 11 ഇന്ന് രാത്രി വായിക്കും. ലെബനോൻ കരയും. ഇതിന്റെ അവസാനം യെരുശലേമിലേക്ക് പോകും. ഭാരമുള്ള കല്ല്. 13ാം അധ്യായമാകുമ്പോൾ യഹൂദന്റെ നിലവിളി ഉലകത്തിൽ ഉയരും. 14ാമത്തെ അധ്യായത്തിൽ അവന്റെ നിലവിളിയുടെ മുൻപിൽ നാഥന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും കർത്താവിന്റെ വരവ്.
വളരെ ക്ലിയറാ ബൈബിളും പ്രവചനവും. അച്ചട്ടായിട്ട് ഇതൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ടാ മക്കളെ നിങ്ങളോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ 5 ഭാഗങ്ങളാ ഉള്ളത്. 4 ഭാഗമായിരിക്കും ഈ രാത്രി ചിന്തിക്കുന്നത്. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ എവിടം വരെ പറയുമ്പോൾ ഈ രാത്രിയിലെ സന്ദേശം. ഇനി ഒരു 20 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ആരാ യെരൂശലേം, എവിടുന്ന് ഈ പേര് വന്നു, എല്ലാം ക്ലിയറായി താഴ്മയോടെ. ബൈബിൾ തുടങ്ങുന്നത് ഉൽപ്പത്തി. ആദിയിൽ ദൈവം ആകാശം ഭൂമി, പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ, വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു യൂണിവേഴ്സ്. 2 മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് 6 ഘടകം: സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. നിലത്തപ്പൊടിയിൽ നിന്ന് ആദാം തക്ക തുണയായി അവരെ കൊണ്ടുവന്നതാ ഏദൻ പൂങ്കാവനം. ദൈവം കൊടുത്ത അനുഗ്രഹം. ആയുസ് ഇഷ്ടം പോലെ അടക്കി പാടുക, പെറ്റുപെരുക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കാം. ഒരു ദിവസം 1000 സംവത്സരം. തോട്ടത്തിന്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഫലം അത് ഭക്ഷിക്കുന്ന നാളിൽ തേജസ് നഷ്ടപ്പെടും. ദൈവം വെച്ച കൽപ്പന നിരസിച്ചു. 1ാമത്തെ കുടുംബ പാപത്തിൽ വീണു. ആദം ഹവ്വ ദമ്പതികൾക്ക് 2 കുഞ്ഞുങ്ങൾ, കായീൻ ഹാബേൽ. അവരെ നിലത്തിൽ ആരാധനയ്ക്ക് ദൈവം വിളിച്ചു. കായീൻ മേൽത്തരമായ വിഭവം, ഹാബേൽ ഒരു കുഞ്ഞാടിന്. ഹാബേലിനെ കായീൻ ദുഷ്ട മനുഷ്യൻ കൊന്നു. ഹാബേലിന്റെ രക്തം നിലവിളിക്കുന്നു. സ്വർഗം കായീനോട് ചോദിച്ചു, കായീനേ, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അപ്പോൾ ചോദിച്ചൊരു കാര്യമുണ്ട്, ഞാൻ അവന്റെ കാവൽക്കാരനോ. മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി 5 ബൈബിൾ കൂടെ. ആദമിന്റെ 7ാമത്തെ തലമുറയിൽ ഒരുവനുണ്ടായിരുന്നു ഹാനോക്ക്. ഹാനോക്കിന്റെ തലമുറ ഒരുവനുണ്ടായിരുന്നു മെതുശലേഖ്. മെതുശലേഖിന് 969 സംവത്സരം സ്വർഗം ആയുസ് കൊടുത്തു. ബൈബിളിനകത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ആയുസ് കിട്ടിയത് ആർക്കാ? മെതുശലേഖ്. 969. 1000 ആരുമില്ല. മെതുശലേഖ് ചിറ്റാറിൽ പ്രസംഗിച്ചില്ല, കോന്നിയിൽ പ്രസംഗിച്ചില്ല, ട്രാക്ടർ കൊടുത്തില്ല. ദൈവം ആയുസ് കൊടുക്കാനും സമ്പത്ത് കൊടുക്കാനും കാര്യമുണ്ട്. അപ്പൻ വചനത്തോട് കൂടെ നടന്നത് കൊണ്ട് ദൈവം തലമുറകളെ അനുഗ്രഹിച്ചു. കരമുയർത്തുന്നവർക്കായി. അവൻ ബൈബിളിനകത്ത് ഒരു കാര്യവും മെതുശലേഖിനെ പറ്റിയില്ല. പക്ഷെ 969 കാര്യം എന്താ? അവന്റെ അപ്പൻ ദൈവത്തോട് കൂടെ നടന്നു, വചനത്തോട് കൂടെ നടന്നുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചു. അപ്പച്ചന്മാര്, അമ്മച്ചിമാര്, സഹോദരിമാര്, കുഞ്ഞുങ്ങള്, ഇന്ന് രാത്രി ദൈവവചനവുമായി കടന്നു വന്നവര്, നിങ്ങൾ ഈ നിയമത്തിന്റെ പെട്ടകം ചുമക്കുമ്പോൾ എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ബാക്കി ഉൽപ്പത്തി 6 ആയപ്പോൾ ലോകത്തിൽ മനുഷ്യൻ ദൈവത്തിന്റെ പുത്രന്മാർ ആരായി? ലോകത്തിന്റെ പുത്രന്മാരെ തെരഞ്ഞെടുത്തു. അന്നേരം ചിറ്റാറിലെ വത്സമ്മ ചേച്ചി ദാണ്ട് ബ്ലൗസിന്റെ കൈ വെട്ടുന്നു. അല്ല, ദൈവം ആയുസിനെ മാറ്റി. 120 സംവത്സരമായി. വചനം മനസ്സിലാക്കുന്നവർക്കായി. പാപം ചെയ്ത മനുഷ്യൻ ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ഒരച്ഛനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആരാ? മെതുശലേഖിന്റെ തലമുറ ലാമേക്ക്. ലാമേക്കിന്റെ തലമുറയായി ഒരുവൻ വന്നു, നോഹ. ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. നോഹയോട് പറഞ്ഞു, കുഞ്ഞ്, ഒരു പെട്ടകം പണിയണം, ദാ വരാൻ പോകുന്നു മഴ. എല്ലായിടത്തും സുവിശേഷം അറിയിക്കണം, അല്ലെങ്കിൽ ലഘുലേഖ കൊടുക്കണം. 350, 30 ഗോഫേർ മരം. 4ാമത്തെ കാര്യം 5 പെട്ടകത്തിന് 3 തട്ട്, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ. ഇത്രയും അടിസ്ഥാനത്തിൽ നോഹ പെട്ടകം പണിഞ്ഞു. കോന്നിയിലും ചിറ്റാറിലും വടശ്ശേരിക്കലും പറഞ്ഞു മഴ വരാറായി. എല്ലാരും പറഞ്ഞു വല്യപ്പന് തലയ്ക്ക് ഏതാണ്ടാന്ന്. സ്വോത്രം. സ്വർഗം ഈ ലഘുലേഖയും ട്രാക്റ്റും എല്ലാം കൊടുത്ത് ആംപ്ലിഫയർ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഓഫ് ചെയ്യാൻ ചെയ്തപ്പോൾ ഒരു സംഭവം ഉണ്ടായി. പ്രകൃതിയിൽ നിന്ന് മഴ പെയ്തിറങ്ങി. ആഴിയുടെ ഭണ്ഡാരഗ്രഹങ്ങൾ മേളിൽ നിന്നൂടെ മഴ പെയ്ത്. ആദ്യത്തെ സുനാമി നോഹയുടെ കാലത്താണ്. അപ്പൊ ഓരോരുത്തരും പറഞ്ഞു, ഉപദേശി പറഞ്ഞത് ശരിയാ. അതാ ഇന്ന് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ സത്യസന്ദേശം പറയുമ്പോൾ നോഹയെ കുറ്റം പറഞ്ഞ പോലെ കുറ്റം പറഞ്ഞാൽ അതിന്റെ ചേട്ടനായി ഇന്ന് അടിക്കുന്നു. നോഹയുടെ കാലത്ത് അടിച്ചതാ യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്. സന്തോഷമില്ലല്ലോ സോദരം? കടയിൽ വയ്ക്കുന്ന പൈനാപ്പിൾ ഓറഞ്ചും അല്ല. ഇവിടെ അച്ചായന്മാരിപ്പോണ്ട്. പണ്ട് ഇത് വല്ലതും കേട്ടിട്ടുണ്ടായിരുന്ന അമ്മച്ചി. അച്ചായൻ താണ്ട് വളരെ പ്രായമുള്ള അച്ചായന്തായിരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ അച്ചായന്. കഴിഞ്ഞ 10 വർഷമായിട്ട് പത്രം തുറന്നാൽ കുഞ്ഞമ്മ, മറിയാമ്മ പോലെ റീത്തയും കത്രീനയും ബിൽമയും ഗാർവി, ഓർമ്മ, മാത്യു, ലോറൻസ്, മക, ബുൾബുൾ, മേഘനു, സാഗർ, ബുരേവി എല്ലാം അടിക്കും. പത്രം വായിക്കാത്ത പെന്തിക്കോസുകാരാ പോസ്റ്റ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് മേഘം ഇറങ്ങി വരുന്നത് കൊണ്ട് ഇപ്പൊ അലർട്ട് അല്ലയോ? യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്. സന്തോഷമില്ല ചായ സ്വോത്രം? കഴിഞ്ഞ 10 വർഷമായി ഇതാ നോഹയുടെ കാലത്ത് അലർട്ട്. മനസ്സിലാകുന്നവർക്കായി. സയൻസ് പറഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിക്കാതെ ഇവിടെ ഇരിക്കും. ബാക്കിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വോത്രം. അങ്ങനെയെങ്കിൽ പെട്ടകത്തിന്റെ വാതിൽ സ്വർഗമിട്ടു. മഴ ഇങ്ങനെ പോയി. 1ാമത്തെ ബൈബിൾ. ഞാൻ വെള്ളമൊക്കെ കയറി പെട്ടകം കുലുകാൻ തുടങ്ങി. ഉടനെ നോഹയുടെ അമ്മാമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ചായ
കർത്താവ് പറഞ്ഞത് വെറുതെ. മിക്കവാറും നമ്മൾ ആറന്മുള പമ്പയാറ് വഴി കൊച്ചി കടലിൽ തീരുമെന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം. പെട്ടകത്തിനകത്തും ചെറിയ കുഴപ്പമുണ്ടായി. ഉടനെ നോഗ പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്റർ സമാധാനപ്പെട്, ഇത് പണിഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാ. ഇന്ന് പകൽ തണ്ണിത്തോടിനോട് ഞാൻ പറയാം, ദൈവം നിന്റെ പെട്ടകത്തെ പണിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം കൊടുങ്കാറ്റടിച്ചാലും അല്പം പെരുങ്കാറ്റടിച്ചാലും ആത്മാവിൽ ദൂതേറ്റെടുത്തോണ്ട് പോകണം. നിന്റെ പെട്ടകത്തിനകത്ത് ഇച്ചിരി വെള്ളം കയറിയാലും അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അതിനെ കൃത്യസ്ഥലത്ത് ഉറപ്പിക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ദ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ആരാധനയുടെ നടുവിൽ ചില വിഷയങ്ങളുമായി ചിലർ വന്നിട്ടുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിനകത്ത്, സാമ്പത്തിക വിഷയത്തിനകത്ത് പെരുങ്കാറ്റും കൊടുങ്കാറ്റ് പോലെ ചില വിഷയങ്ങൾ വന്ന് നിന്നെ തകർക്കുമെന്ന് ദുഷ്ടപിശാച് പദ്ധതി വെച്ചാലും അച്ചായ അമ്മാമയെ കരമുയർത്തി പറയണം, അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ തണ്ണിത്തോട്ടം, കരിമാൻ തോട്ടം, ചിറ്റാറിലും എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അവന്റെ പ്ലാൻ കണ്ണിന് മുമ്പിൽ അവസാനിച്ച് തീരുന്നത് വരെ എൻ്റെ പെട്ടകം തകരാ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വചനം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ക്രിസ്തീയ ജീവിതം അമ്മാമേ, ക്രിസ്തീയ ജീവിതം ആച്ചായ കർത്താവിൻ്റെ ദാസനെ പ്രതികൂലങ്ങൾ വരും. ഞങ്ങളുമൊക്കെ ഒത്തിരി അനുഭവിക്കുന്നതാണ്. പ്രതികൂലം വന്നാലും അല്പം കാറ്റടിച്ചാലും പെട്ടകത്തിൻ്റെ വിള്ളലുണ്ടായാലും അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ കടലിനകത്ത് മുക്കുന്നവനല്ല ഞാൻ ആരാധിക്കുന്ന ദൈവം. നിന്നെ ആരാധനകത്ത് ഉറപ്പിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്ന, ആത്മീയ ഗോളത്തിൽ നിൽക്കുന്ന മകനെ, മകളെ, പ്രതികൂലവും പ്രതിസന്ധി വരുമ്പോൾ നീ തളരരുത്. കരമുയർത്തി പറയണം, ഇതിൻ്റെ നടുവിലും എനിക്ക് വേണ്ടി ഒരാരാത്രാത്ത് ഉറപ്പിച്ച് എൻ്റെ കുടുംബത്തെ കാത്തു പരിപാലിക്കുന്നവനാ സർവശക്തനായ ദൈവം. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നോഗ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി. അരാരാത്ത് നല്ല സ്ഥലമായിരുന്നു. പെട്ടകം അരാരാത്തിൽ നിന്ന് ഇറങ്ങി. അപ്പം ഈ വെള്ളമൊക്കെ പോയപ്പം നോഗ വിചാരിച്ച ആമ്പിളിപ്പയറും പോയി, നെൽപാശ അത് കഴിഞ്ഞിട്ട് ട്രാക്റ്റും പോയി. എവിടുന്ന് ഒരു JCB വിളിച്ചുകൊണ്ട് വന്ന് നല്ല മുന്തിരി കൃഷിയും തുടങ്ങി. സന്തോഷമില്ലല്ലോ സ്വോത്രം. അപ്പം നല്ല ക്ലിയറായി മുന്തിരിയെല്ലാം നല്ലതുപോലെ വളർന്നു. ആദ്യം വടശ്ശേരിക്കരക്കാരും ചിറ്റാറുകാരും മൈലപ്പുറക്കാരും ഒക്കെ വന്ന് മേടിച്ച്. അങ്ങനെ എന്നപ്പം ബാംഗ്ലൂരുകാർക്ക് പിടികിട്ടി നല്ല പുതുമണ്ണിൽ വളർന്ന മുന്തിരിയ അമ്മാർ കള്ളുണ്ടാക്കുന്നവന്മാരുമായിരുന്നു. സ്വോത്രം. അവർ വന്ന് നോഗയോട് പറഞ്ഞു, അച്ചായ ഈ കൊച്ചു പെട്ടി ഇവിടെ കൊടുത്ത് കാശ് മേടിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ കണ്ടെയ്നർ അയക്കാം, ഓൺലൈൻ ഗൂഗിൾ പേ പൈസയും തരാം. സന്തോഷമില്ലല്ലോ. അച്ചാനെല്ലാം പാക്ക് ചെയ്തേക്കാം. നോഗയ്ക്ക് സന്തോഷമായി. തണ്ണിത്തോട്ടിലെ കച്ചവടക്കാർക്ക് 5ഉം 10ഉം കൊടുക്കുന്നതിനേക്കാളും നല്ലത് പുള്ളി ഗേറ്റടച്ചിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന കള്ള് കച്ചവടക്കാർക്ക് കൊടുത്ത് 6 മാസം കഴിഞ്ഞപ്പോൾ കച്ചവടം പൊടിയായി. കള്ള് കച്ചവടക്കാർ നോഗയെ കാണാൻ വന്ന്. എവിടെ വന്നു? ചിറ്റാർപുഴയുടെ തീരത്ത്. നോഗയോട് പറഞ്ഞു, അച്ചായൻ്റെ മുന്തിരി കിട്ടി, ഞങ്ങൾക്ക് സന്തോഷമായി, കാര്യം റീഡായി. അപ്പോൾ ഉടനെ അച്ചായൻ പറഞ്ഞു, എനിക്ക് നല്ല ഓൺലൈൻ പൈസ കാണാൻ വന്നവർ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നപോലെ നോഗയ്ക്ക് സാമ്പിൾ ബോട്ടിലും കൊടുത്തു. നോഗ പറഞ്ഞു, വേണ്ട വേണ്ട, ഇത് ഞാൻ ഉപയോഗിക്കത്തില്ല, പണ്ട് ഉപദേശിയായിരുന്നു. ഉടനെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് നാടൻ മലയാളത്തിൽ, അച്ഛാ ഇച്ചിരിയൊക്കെ കുടിച്ചോ, ശരീരത്തിന് നല്ലതാ. സന്തോഷമില്ലല്ലോ സ്വോത്രം. ചില ആൾക്കാർ പറയുന്ന പോലെ അച്ഛാ ഇച്ചിരി ബിയറൊക്കെ അടിച്ചോ, യൂറിൻ പാനും നല്ലതാ, അങ്ങനെ പറയത്തില്ലയോ. ചില ഉപദേശിമാർ ഇന്നത്തെ കാലത്ത് പറയുന്നത് 30 അടിച്ചാലും കർത്താവ് ക്ഷമിക്കുമെന്ന്. തമ്പിച്ചാനും അത് കേട്ടിട്ട് സന്തോഷമില്ല. യവനെ ഒന്ന് സഭയിലും കേട്ടരുത് സ്വോത്രം. അത് മാത്രമല്ല, പാസ്റ്റർമാരോട് എന്തായാലും പോസ്റ്റ് വരും. വെളിനാട്ടിക്ക് അന്ത അരുമയാണ് ചെയ്തി കൊടുക്കാൻ പോകുന്നത്. അച്ചായന് വിട്ടിരിക്കുന്നത് പ്ലെയിനകത്തെങ്ങാനും കയറുമ്പോൾ എയർ ഹോസ്റ്റസ് തരുന്ന സാമ്പിൾ ബോട്ടിൽ ദയവ് ചെയ്ത് പ്ലെയിനകത്തിരുന്ന് പൊട്ടിക്കരുത്. ഇപ്പുറത്തിരിക്കുന്നവൻ്റെ ക്യാമറയുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അടിക്കണമെങ്കിൽ ബാഗിനകത്ത് ഇട്ടേക്കണം. പ്ലെയിനകത്തെങ്ങാനും കയറുന്ന സാമ്പിൾ ബോട്ടിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ അടുത്തവനിരിക്കുന്നവൻ്റെ ക്യാമറ എടുക്കുക. കോട്ടയത്തെ ചേട്ടൻ കുടുങ്ങിയ പോലെ കുടുങ്ങും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഈ പള്ളിക്ക് ഈ മണി മതി. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. പച്ചയ്ക്ക് ഞാൻ പറയോ സ്വോത്രം. അങ്ങനെയെങ്കിൽ അവസാനം അവർ പറഞ്ഞു, എന്തായാലും 30 60 ഇപ്പൊ സൂചേട്ടത്തിന്റെ ലഘുലേഖയില്ല മുഴുക്കുടിയനായി. കേട്ടോണേ. അങ്ങനെയെങ്കിൽ അവൻ ഒരു ദിവസം നല്ലതുപോലെ കുടിച്ചു കിടക്കുക. കൂടാരത്തിനകത്ത് വിവസ്ത്രനായി കിടക്കുമ്പോൾ മക്കൾ വന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ ശരീരത്തിനകത്ത് വസ്ത്രം പുതപ്പിച്ച് കാണും. കെട്ടുവിട്ട് ഉണർന്നെന്തോ നോഖ എന്തോ ഇത് മക്കളെ ശപിച്ചു. കനാൻ ശപിക്കപ്പെട്ടവൻ. സ്വർഗം പറഞ്ഞു, ഇനി നിന്റെ കൂടെ എല്ലാം
ഒറ്റ പോക്ക് പോയി സ്വർഗം. ഇന്നത്തെ ഇറാഖിലെ മെസപ്പെട്ടോമിയയിൽ കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു. ആരാ? സേത്തിന്റെ തലമുറയിൽ. അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കപ്പെടും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. വളരെ ക്ലിയറായി. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തരി പോലെ. ഒരുത്തനെ കൂടെ കൂട്ടി. ആരാണെന്നറിയാമോ? ഗുണപ്പെടാത്ത ലോത്തൂടെ. അവര് വന്നത് മമ്രയുടെ തോപ്പ്. അവസാനം അബ്രഹാം മമ്രയുടെ തോപ്പിലായിരിക്കുമ്പോൾ ഒരു സന്തതി ജനിച്ചു. ആ സന്തതിയുടെ പേര് ഇസഹാക്ക്. ഇസഹാക്കിന്റെ സന്തതിയായി ഒരുവൻ ജനിച്ചു, യാക്കോബ്. ഈ യാക്കോബിന്റെ കൂടെ അമ്മാമ്മയുടെ വയറ്റിൽ ഒരുവൻ ഉണ്ടായിരുന്നു. അവന്റെ പേരാ ഏശാവ്. ഈ അടിയ ഏലാ താഴ്വര തൊട്ട് നാളെ കേൾക്കണം. യോവേലിന്റെ താഴ്വര, യോവേലിന്റെ പ്രവചനം എടുക്കുമ്പോൾ നാളെ പറയാം. എല്ലാവരും പറയണം അന്ത്യകാലമാ. ഈ അടി ഗാസയിലും ഇസ്രായേലും തുടങ്ങിയതല്ല. വടി ഒന്ന് അബ്രഹാമിന്റെ വീട്ടിൽ തുടങ്ങിയതാ. ആരാ? ഇസഹാക്കും ഇസ്മായേലും. രണ്ടാമത്തെ അടി ഒരമ്മച്ചിയുടെ ഉദരത്തിൽ തുടങ്ങി, ഏശാവ് യാക്കോബ്. മനസ്സിലാകുന്നവർക്കായി ഈ അടിയ അവസാനം വരാൻ പോകുന്ന മൂന്നാം ലോകമകായിത്തം. നാളെ അതിലേക്കാ വരുന്നത്. പ്രിയപ്പെട്ട മക്കളെ, യാക്കോബിന് ഒരു സന്തതി ഉണ്ടായിരുന്നു, വാർദ്ധക്യകാല സന്തതി യോസെഫ്. യോസെഫിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഞങ്ങളുടെ നാടൻ ഭാഷമാർ ദുഃഖിക്കരുത് സ്നേഹത്തോടെ. സെൻട്രപ്പച്ചൻ്റെ അടുത്ത് ഞങ്ങൾ നുണ പറയുന്ന പോലെ അപ്പനോട് നുണ പറയുമായിരുന്നു യോസഫ്. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോഴും അവന് നല്ല നിലയെങ്കിൽ കിട്ടി. പിന്നെ റാന്നിയിൽ അങ്ങോട്ട് ഉപവാസത്തിന് പോയി ദർശനവും കിട്ടി. അങ്ങനെ ഇരുന്നപ്പോൾ അവൻ്റെ ചേട്ടന്മാരെല്ലാം കൂടെ 70 ഏക്കറിൽ പോയി ആട്ടിനെ മേയ്ക്കാൻ. ചിറ്റാറിൽ നിന്ന് ആര് പോയി? യോസഫ് പെട്ടിയാട്ടുകരായി പോയി. അവിടെ ചെന്നപ്പം ചേട്ടന്മാർ പറഞ്ഞു, ഞങ്ങൾ പറയുന്ന പോലെ ഈ ട്രാൻസ്ഫറിൽ ഒതുക്കണം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. യമനെ ഒതുക്കണം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ക്ലിയറായിട്ട് കേട്ടോണം. 1 അവനെ പൊട്ടക്കിണറ്റ്, 2 അവനെ അടിമച്ചന്ത, 3 പൊത്തിപേറിന്റെ ഭവനം, 4 കാരാഗ്രഹം, 5 അവൻ നിലവിളിക്കുന്നു. അവൻ ആരായെന്നറിയാമോ? മിസ്രയീമിന്റെ ഉപപ്രധാനമന്ത്രിയായി. മനസ്സിലാകുന്നവർക്കായി. അവൻ അരിയും പലവ്യഞ്ജനവും മേടിക്കാൻ വന്ന്, എല്ലാവരും കേൾക്കണം ബൈബിളും ചരിത്രവും, അരിയും പലവ്യഞ്ജനവും മേടിക്കാൻ വന്ന് സ്വന്തം ചേട്ടന്മാർക്ക് അരിയും പലവ്യഞ്ജനവും മാത്രമല്ല, ഇസ്രയേലിന്റെ മണ്ണിൽ മിസ്രയീമിന്റെ രഥമിറങ്ങി അപ്പനെയും തൻ്റെ സഹോദരങ്ങളെയും അമ്മാമ്മമാരെയും കൊണ്ടുവരാൻ. അതുപോലൊരു കാര്യം ഇന്ന് രാത്രി പറയും, കർത്താവിന്റെ വരവ്. അവരവിടായി മിസ്രയീമിനകത്തായി. ഈ ജനം വലിയ ജനമായി. അപ്പോൾ ഏറ്റവും നിർണായകമായി യോസഫിന്റെ തലമുറകൾ അല്ലെങ്കിൽ യാക്കോബിന്റെ തലമുറകൾ ആരായി? ഏറ്റവും നിർണായകമായി. ഒരു കാര്യം പറയാൻ മറന്നുപോയി, മനസ്സിലാക്കണം. എന്താ സംഭവിച്ചതെന്നറിയോ? യാക്കോബ് ഒരു കാര്യം വിട്ടുപോയി. എൻ്റെ പെൺഡ്രൈവ്. യാക്കോബും ഏശാവും ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. എന്താ സംഭവിച്ചതെന്നറിയാമോ? യാക്കോബും ഏശാവും വീട്ടിനകത്ത് നമ്പർ 1 ഏശാവിനെ പറ്റിക്കാൻ ഒരു കാര്യം ചെയ്തു. ചൂടുള്ള സമയത്ത് ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തതെന്നറിയാമോ? ഏശാവ് വനവേട്ടയ്ക്ക് പോയി. യാക്കോബ് നല്ല പയർപായസവും ശവനപ്പും വെച്ചു. 1 അവന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. 2 അപ്പന് കണ്ണുമങ്ങി. അമ്മ പറഞ്ഞു അപ്പന്റെ അവകാശം മേടിക്കണം. അപ്പം ഏശാവിനോട് അപ്പൻ പറഞ്ഞു, മോനെ നീ എവിടെങ്കിലും പോയി ഗവിയിലെങ്ങാനും പോയി വല്ല മ്ലാവറച്ചി എങ്ങാണ്ട് കൊണ്ടുവരാൻ. ഇത് മമ്മി കേട്ട് യാക്കോബിന്റെ ചെവി പറഞ്ഞു, മോനെ അവൻ ഗവി പോയിരിക്കുക വെടിവെക്കാൻ. ഇപ്പൊ മമ്മിയോട് ചോദിച്ചു എന്താ പരിഹാരം? മമ്മി പറഞ്ഞു കൂട്ടിനകത്ത് നല്ല മൃഗമുണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു. കട്ട് ചെയ്തു. നല്ല എല്ലാം കൂടെ എസൻസ് എല്ലാം കൂടി ഇട്ട് നല്ല കാര്യം ചെയ്തു. അപ്പന് കൊടുത്തു. പാവപ്പെട്ട അപ്പൻ ചോദിച്ചു, മോന് നീ എൻ്റെ ആദ്യജാതനായ ഏശാവോ? ആദ്യം കള്ളം പറഞ്ഞ ഏശാവ്. 2 നിനക്കിത് എവിടുന്ന് കിട്ടി? അവിടെയും 2ാമത്തെ കള്ളം യഹോവ തന്നു. അപ്പൻ നല്ലോണം കഴിച്ചു. എന്നിട്ട് തലയെ കൈവച്ച് അനുഗ്രഹിച്ചു. തിരിച്ചു വന്നപ്പോൾ മമ്മി പറഞ്ഞു ഇവിടെ വന്ന രക്ഷയില്ല. അവൻ എവിടത്തേക്ക് പോയെന്നറിയാമോ? ഒരു കാര്യം മമ്മി പറഞ്ഞു, ലാബാന്റെ വീട്ടിൽ പോകാൻ. ഇത് ഒരു പ്രസംഗത്തിന്റെ ഭാഗം. അവൻ വീട്ടിൽ നിന്ന് ഒരു തുരുത്തി വെള്ളവും വടിയായിട്ടിറങ്ങി. പകല് മുഴുവൻ എത്തി. അവസാനം ലൂസിന്റെ പട്ടണത്തിലെത്തി. എങ്ങോട്ട് അവന് പോകാൻ അറിയത്തില്ല. അവനൊരു കല്ല് തലയണയായി വെച്ച് കരയാൻ തുടങ്ങി. തിരിച്ചു പോയാൽ ഏശാവിന്റെ വാൾ ലാബാന്റെ വീടറിയത്തില്ല. ഇന്ന് രാത്രി മക്കളെ ആ തലയണയായ കല്ലിനകത്ത് കണ്ണുനീരിറങ്ങിയപ്പോൾ സ്വർഗത്തിന്റെ കോപണി അവന് വേണ്ടി ഇറങ്ങി വന്നു. ഇന്ന് രാത്രി ഇവിടെ വചനം കേൾക്കുന്ന സഹോദര സഹോദരി, എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കാൻ ആരും കാണത്തില്ല. അമ്മാമേ, എന്ന് നമ്മുടെ പഴയ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങി വരുമോ അന്ന് സ്വർഗത്തിന്റെ കോപണി നമുക്ക് വേണ്ടി ഇറങ്ങി വരും. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അപ്പൊ ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോ സ്വർഗത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞു? ഞങ്ങളുടെ കണക്ക് വീടും കാറും പീസിനാക്കല്ല, ഈ യാത്രയിൽ കൂടെ ഇരിക്കണം, എനിക്ക് കഴിപ്പാനും കുടിപ്പാനും തരണം. അവസാനത്തെ ഒരാഗ്രഹവും കൂടെ പറഞ്ഞ് അപ്പൻ്റെ വീട്ടിൽ മടക്കി വരണം. ചെല്ലത് എവിടെ? ലാബാന്റെ വീട്ടിൽ. ദൈവ സാന്നിധ്യം ഇറങ്ങി അഭിഷേകത്തിൽ ആരാധിക്കുന്നവനെ കണ്ടിട്ട് ലാബാന് നല്ല സന്തോഷം. തമിഴുകാരുടെ ഭാഷ അയ്യാ ഒക്കാറുങ്ക് തീയ സാപ്പിണുങ്ക്. ലാബാൻ പറഞ്ഞു 7 വർഷം നെല്ല് നല്ല റാഹേലിനെ തരാം, എന്നിട്ട് നിനക്ക് ആടുമാടുകളും തരാം. ബാക്കി കേട്ടാട്ടെ.
7 വർഷം റാഗേലിന്റെ ഫോട്ടോ ആയിട്ട് ഇവ ആടുപാടുകളെല്ലാം വെച്ച് 7-ാം വർഷം കല്യാണം. എൻ്റെ കല്യാണം എന്താണെന്നറിയാവും? രാത്രിയിലായിരുന്നു വിവാഹം. രാവിലെ നോക്കിയപ്പം റാഗേലല്ല, ഇരിക്കുന്ന കണ്ണ് മങ്ങിയ ലേയ. സന്തോഷമില്ലല്ലോ. കൊടുത്താൽ കൊല്ലത്തല്ല ബാംഗ്ലൂരിലും കിട്ടും, മനസ്സിലാക്കുന്നവർക്കായി. കണ്ണ് മങ്ങിയ അപ്പനെ പറ്റിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ആരാ? യാക്കോബ് ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MPhil എടുത്തോളായിരുന്നു. ലാബാൻ കുസാറ്റിൽ നിന്ന് PhD എടുത്തേ, മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അവനെ റെഡിയാക്കി കൊടുത്ത് ബാക്കിയൂടെ കേട്ടാട്ട് വഴക്കുണ്ടാക്കി. പിന്നെ അടുത്ത കിട്ടി റാഗേൽ, ബിൽഗ, ശില്പ. 20 വർഷം പോയി. ഇപ്പൊ നമ്മുടെ ലാബാന്റെ കുഞ്ഞുങ്ങൾ എവിടെ പോയെന്നറിയാമോ? UK-ലും അയർലൻഡിലും ഒക്കെ പഠിക്കാൻ പോയി. മക്കള് വന്ന് തന്നെത്തോട് നോക്കിയപ്പോ എസ്റ്റേറ്റ് ആരുടെ പേര്? ചതിയൻ യാക്കോബിന്റെ പേര്. പുരേടം ആരുടെ പേര്? തണ്ടപ്പേര് തിരുത്തി യാക്കോബിന്റെ പേര്. മനസ്സിലാകുന്നവർക്കായി കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൊച്ചു പിച്ചാത്തി കാണിച്ചു. ലാബാനും മുഖത്ത് സന്തോഷമില്ല. ലാബാൻ രോമം കത്തിരിക്കാൻ പോയി. കുഞ്ഞുങ്ങൾ എവിടാണ്ട് ഊട്ടിയിലും കൊടൈക്കനാലിലും പോയി. 2 ഇനോവ എടുത്തിട്ട് ആര് പറഞ്ഞു? യാക്കോബ് പറഞ്ഞു, മക്കളെ വണ്ടി കയറി യാത്രയാകാം. വന്നിറങ്ങിയ ഒരു സ്ഥലമുണ്ട്, യാബോക്ക് കടവ്. യാബോക്ക് കടവ് വന്നപ്പോൾ അവിടെയോ ഭയങ്കര തട്ടിപ്പിന്റെ വീരന. ആരാണ്ട് പറഞ്ഞ് ഏശാവ് വരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്ത് ലേയെ മുമ്പിൽ നിർത്തി റാഗേലിനെ കാവ്യമാധവനെ കെട്ടിപ്പിടിക്കുന്ന അവൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കുത്ത് കിട്ടുന്ന ലേയ പോട്ട് റാഗേൽ എൻ്റെ കൂടെ വെക്കട്ടെന്ന് പച്ച മലയാളം. വചനം വായിച്ച മണിക്കൂർ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ആള് കുറഞ്ഞ സ്ഥലം, അക്കരെ കടക്കണമെങ്കിൽ പാടാം. സായം സന്ധ്യയിൽ ഒരു ദൂതൻ അവൻ അവിടേക്ക് വന്നു. യാക്കോബ് മൽപ്പിടുത്തം നടത്തി. യാക്കോബ് ഉഷസാകുന്നവരെ മൽപ്പിടിച്ചു. യാക്കോബ് ഒരു കാര്യം പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല. സന്ധ്യയായപ്പോൾ ദൂതൻ പറഞ്ഞു, മക്കളെ നിന്റെ പേരെന്താ? അവൻ പറഞ്ഞു, എൻ്റെ അപ്പനിട്ട പേര് യാക്കോബ്. ഉടനെ ദൂതൻ പറഞ്ഞു, ഇവിടെ ഇസ്രായേൽ, നിന്റെ പേര് യാക്കോബ് എന്നല്ല. ഉൽപ്പത്തി 32:27 നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ചത് കൊണ്ട് നിന്റെ പേര് ഇസ്രായേൽ. കഥയാട്ടോ അറിയാതെ കുറെ എണ്ണം ഇസ്രായേൽ എന്തുവാ യഹൂദൻ എന്തുവാന്ന് അറിയത്തില്ല. ഉൽപ്പത്തി 32:27 യാക്കോബിന്റെ പേര് മാറിയതാ. ആരാന്നറിയാമോ? ഇന്നത്തെ ഇസ്രായേൽ. ബാക്കിയൂടെ പറഞ്ഞു തരാം, സ്വോത്രം. അതിനുശേഷമാ അവന്റെ സന്തതി യോസഫ്. ഞാൻ പറഞ്ഞതുപോലെ അവൻ എവിടാ? ഇന്നും ഇസ്രായേലിനകത്ത് അപ്പനെ എതിരേൽക്കാൻ രഥങ്ങൾ വന്നു. അതിനുശേഷം ഇസ്രായേൽ ജനം ഇസ്രായേലിനായി ഫറവോന് പിടികിട്ടി ഒരുത്തൻ 10 എണ്ണത്തിന് തട്ടുവന്ന്. അന്നാ കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള കൽപ്പന തുടങ്ങിയത്. ആ സമയത്ത് പഴയ നിയമത്തിന്റെ വിമോചകനായ മോശ, മനസ്സിലാകുന്നവർക്കായി. അതിനുശേഷം എന്താ? ഇസ്രായേൽ പാളയത്തിനകത്ത് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം, ആഴമേറിയ ചെങ്കടൽ കടന്നു. അവരൊരു സൈന്യമായി തീർന്നു. പക്ഷെ മോശ എവിടെ ചെന്നില്ല? അക്കരെ നാട്ടിലെത്തിയില്ല. കാര്യം എന്താണെന്നറിയാമോ? വാഗ്ദത്ത കനാൻ. ചെങ്കടൽ കടന്നപ്പോൾ പിറുപിറുത്തപ്പോൾ സ്വർഗം അവനോട് പറഞ്ഞത് പാറയോട് കൽപ്പിക്കാനാ. ആ പാറയെ വടിയെടുത്ത് അടിച്ചു കൊടുത്തു. ആ പാറ ക്രിസ്തു. ആ ആത്മീയ പാറ നമ്മെ വഴി നടത്തി. മോശെ ദൈവം കാണിച്ചു. നെഗോ മരുഭൂമി കൊണ്ടുവന്ന് വാഗ്ദത്ത കനാൻ കാണിച്ചു. അതിനുശേഷം ലീഡർഷിപ്പ് ആരുടെ കയ്യിലായി? യോശുവയുടെ കയ്യിലായി. യോശുവയും കാലേബും മുന്തിരിക്കല വെട്ടിക്കൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത ഇസ്രായേലിനകത്ത് വന്ന ഒരു ജനമായി. ജനം മുമ്പോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു, ഒരു രാജാവിനെ വേണം. ഒന്നാമതൊരുവൻ രാജാവായി. കഴുത അന്വേഷിച്ചു പോയ ശൗലിനെ ദൈവം ഇസ്രായേലിന്റെ രാജാവാക്കി 40 വർഷം. രണ്ടാമത് ദൈവം ഒരുവനെ രാജാവാക്കി. കാട്ടിനകത്ത് കരമടിച്ച ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവാക്കി 40 വർഷം. ദാവീദിന് ശേഷം ഒരുവൻ വന്നു. അവന്റെ പേരാ ശലോമോൻ. അവൻ 40 വർഷം ഭരിച്ചു. അതിനുശേഷം ശലോമോന്റെ സന്തതിയായി ഒരുവൻ ഇസ്രായേലിന്റെ രാജാവായി. ബൈബിളും ചരിത്രവും. അവന്റെ പേരാ രഹബയാം. മനസ്സിലാകുന്നവർക്കായി ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ വെട്ടിമുറിക്കപ്പെട്ടു. ലൈവ് കേൾക്കുന്നവർ കേൾക്കട്ടെ. ഞാൻ ജെറുസലേമിലേക്കാ പോകുന്നത്. ഇസ്രായേലിന്റെ തലസ്ഥാനമായി ഒന്ന് വന്നു. അതിന്റെ ഇസ്രായേൽ 2ആയി വെട്ടിപ്പറിച്ചു. 1 ഇസ്രായേൽ, 2 യഹൂദിയ. ഇസ്രായേലിന്റെ തലസ്ഥാനമായി ഒന്ന് വന്ന് ശമര്യ, യഹൂദിയുടെ തലസ്ഥാനം ജെറുസലേം. കരമുയർത്തുന്നവർക്കായി എൻ്റെ ദൈവമക്കളെ, ഈ പ്രസംഗമൊക്കെ നിങ്ങൾ നാട്ടുകാർക്ക് അയച്ചു കൊടുക്കണം. ഈ അടി തീരാൻ പോകുന്ന ഗാസയിലൊന്നുമല്ല, ജെറുസലേമിലേക്ക്. മനസ്സിലാകുന്നവർക്ക് ജനം പാർത്തുകൊണ്ടിരുന്നപ്പോഴാ അക്കാലത്ത് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. എല്ലാവരും കേട്ടാട്ട്. യഹൂദൻ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവർ ചിതറി. 1914 മുതൽ 19 വരെ 1-ാം ലോകമഹായുദ്ധം. തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് ഡോക്ടർ ചിയാം വൈസ്മാൻ, യഹൂദൻ ആറ്റം ബോംബല്ല ആദ്യത്തെ ഗ്രനേഡ് ഉണ്ടാക്കി. ബ്രിട്ടന്റെ ചക്രവർത്തിയായിരുന്ന ആർതർ ബാൽഫോർഡ്. അത് കഴിഞ്ഞിട്ട് ഡേവിഡ് ലോയൻ ജോർജ് തുർക്കിയോട് പറഞ്ഞിട്ട്
ആദ്യമായിട്ട് യഹൂദന് മടങ്ങി വരുവാൻ കൃപ കൊടുത്തു. അതിന്റെ പേര് അത്തിച്ചെടി കുഴിച്ചു വെച്ചു. 1917 നവംബർ 11 രാത്രി 11 സെക്കൻഡ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റാന്നിയുടെ ഇന്നത്തെ MLA രാജു അബ്രഹാം സാർ എന്റെ സീനിയർ, ഞങ്ങളെല്ലാം പഠിച്ചിറങ്ങിയ കാലത്ത് ഞങ്ങൾ പഠിച്ച ചരിത്രമായി ഈ കാര്യം ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് ചോദിച്ചാൽ മതി. അവരെല്ലാം അക്കമിട്ട് പഠിച്ചതാ കേരള യൂണിവേഴ്സിറ്റിക്കകത്ത്. 1917 നവംബർ 11 രാത്രി 11 സെക്കൻഡ്. അവർക്ക് രാജ്യം കിട്ടിയില്ല. 1939 മുതൽ 45 രണ്ടാം ലോകമഹായുദ്ധം. ചിക്കാഗോ യൂണിവേഴ്സിറ്റി അച്ഛനറിയ അവിടെ ഒരു ശാസ്ത്രജ്ഞൻ ടിക്കോ ഫെർമി, അവൻ ആദ്യമായിട്ട് ആറ്റമായുധമുണ്ടാക്കി. അന്നത്തെ രണ്ട് കക്ഷികൾ അമേരിക്കയും ജപ്പാനും. എന്ത് സംഭവിച്ചെന്നറിയാമോ? ജപ്പാന്റെ മണ്ണിൽ ഹിരോഷിമയിൽ നാഗസാക്കിയിൽ മാറ്റം വർദ്ധിച്ചു. ജപ്പാൻ പരാജയപ്പെട്ടു. അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റായി ലൈവ് കാണുന്ന അമേരിക്കക്കാർ ഹാരി എസ് ട്രൂമാൻ. അമേരിക്ക വിജയിച്ചു. ഹാരി എസ് ട്രൂമാൻ ടിക്കോ ഫെർമിയോട് ചോദിച്ച, കുഞ്ഞെ എന്ത് വരണം? എന്നെ പോലുള്ളവരാന്നേ പറഞ്ഞാൽ ഭാഷ ഒരു ഇന്നോവ വേണമെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. പറ്റുമെങ്കിൽ പറയണം USA ഒരു വിഷ. അതൊന്നും ടിക്കോ ഫെർമി പറഞ്ഞില്ല. സാറ് ഞങ്ങൾ ലോകത്തിന്റെ വൻകരകളിൽ കിടക്കുക, ഞങ്ങൾക്കൊരു രാജ്യമില്ല, തരണം. അപ്പൊ ഹാരി എസ് ട്രൂമാൻ അവരോട് ചോദിച്ചു, എവിടെ വേണം? കാനഡ വേണോ? വേണ്ട. ഉടനെ ചോദിച്ചു, ഗൾഫ് വേണോ? വേണ്ട. മണിപ്പൂർ വേണോ? വേണ്ട. ഇംഫാൽ വേണോ? വേണ്ട. യഹൂദന്മാർ ഒറ്റയ്ക്ക് പറഞ്ഞു, ഞങ്ങളുടെ പൂർവ്വ പിതാവായ അബ്രഹാം കുറ്റിയടിച്ചൊരു സ്ഥലമുണ്ട്, അതിന്റെ പേരാ കനാൻ ദേശം. മനസ്സിലാകുന്നവർക്കായി ക്ലിയർ ആയിക്കോണം. ഇതിനാ അടി വരാൻ പോകുന്നത്. അതുകൊണ്ടായി പ്രസംഗം. 1948 ഇനി ഇവിടെ എവിടെങ്കിലും വരുമ്പോൾ രക്തചന്ദ്രനും ഇസ്രയേലും പ്രസംഗിക്കാം. 1948 ഏപ്രിൽ 14 പെസഹാവ്യാഴം ആകാശത്തിനകത്ത് രക്തചന്ദ്രൻ. 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ 6 കാലുള്ള നക്ഷത്രത്തെ ഉയർത്തിക്കൊണ്ടൊരു ഹാം റേഡിയോട് ലോകത്തോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളർത്തു കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി കാന്തന്റെ വരവ്. യേശു ക്രിസ്തുവിന്റെ ഒലിവമല പ്രഭാഷണം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനൽ. ബാക്കിയൂടെ ചരിത്രം എഴുതിക്കോ, ബൈബിളും സയൻസും. 22,000 കിലോമീറ്റർ ഇസ്രയേൽ. ഇന്ന് 94 ലക്ഷം പേർ. 7 ഡിസ്ട്രിക്ട്. 1 ടെല്ലവീവ്, 2 ജെറുസലേം, 3 ഹൈഫ, 4 അഷ്കലോൻ, 5 അസ്തോദ്, 6 ഡിമോന, 7 ഏറ്റവും നിർണായകമായ ഒരു സ്ഥലമുണ്ട് ബേർഷബ. 7 ഡിസ്ട്രിക്റ്റാ ഇസ്രയേൽ. പറഞ്ഞുതരാം, ഇതെല്ലാം നോട്ട് ചെയ്യണം. അവിടെ വരെ പോണ്ട, ടിക്കറ്റും എടുക്കേണ്ട, ഇതെല്ലാം കേട്ടാൽ മതി. അതിൻ്റെ തൊട്ടടുത്ത് പലസ്തീന് കൊടുത്ത് 6750 കിലോമീറ്റർ. അതാ ഇന്നത്തെ വെസ്റ്റ് ബാങ്ക്, റമല്ലേ. അവിടെയാ നസ്രത്തും ഗലീല്. ഈ പലസ്തീൻ അത് കൊടുത്തപ്പോൾ ഞാൻ ഒരു മതത്തെയും വിമർശിക്കത്തില്ല, എല്ലാവരും കേൾക്കണം. പലസ്തീൻ അന്ന് UN കൊടുത്തു. UN പറഞ്ഞു, നിങ്ങൾക്കൊരു രാഷ്ട്രം തരാം, നിങ്ങൾക്കൊരു എയർപോർട്ട് തരാം, നിങ്ങൾക്കൊരു നേതാവിനെ തരാം. അവർ പറഞ്ഞു, വേണ്ട, ഇസ്രയേലിന് കൊടുത്തതുകൂടെ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്ക് പലസ്തീൻ രാഷ്ട്രം. അന്നേ പ്രശ്നമായി. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഗാസ, മെഡിറ്ററേനിയൻ ഷിപ്പിനകത്ത് 271 കിലോമീറ്റർ കിടക്കുന്ന ഒരു ദ്വീപ ഗാസ. ഗാസയുടെ പ്രത്യേകത 4 ഭാഗങ്ങൾ ഗാസ. 1 സഖർ, 2 എക്രോൻ, 3 റാഫ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇതിന്റെ ഒരു ഭാഗം, ഗാസയുടെ ഒരു ഭാഗമാണ് ഖാൻ യൂനിസ്. ഇപ്പോഴും എൻ്റെ ചരിത്രം പഠിച്ചത് ഇപ്പോഴും എൻ്റെ തലയിരിക്കുന്നു. ഖാൻ യൂനിസ്, റാഫ, എക്രോൻ, ഇതൊക്കെയാ സഖർ. ഈ 4 പട്ടണങ്ങളാണ്. 271 കിലോമീറ്റർ, 21 ലക്ഷം അഭയാർത്ഥികൾ. ഇതിന്റെ നടുവിൽ ഒരു സ്ഥലമുണ്ട്, 671 കിലോമീറ്റർ. അതിന്റെ പേരാ കിഴക്കൻ ജെറുസലേം. ഇതിനു വേണ്ടിയാ അന്തിമ യുദ്ധം വരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം, ഇസ്രയേലിന്റെ ഒരു പാഠപുസ്തകമുണ്ട്. അവർ 7ാം ക്ലാസ്സിൽ 3ാമത്തെ ചാപ്റ്ററിനകത്ത് ആദിമകാലത്ത് ഡേവിഡ് ബെൻഗൂറിയോ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇസ്രയേൽ പാർലമെന്റിൽ പറഞ്ഞു, എല്ലാ രാജ്യങ്ങളും നമ്മളെ എതിർത്തപ്പോൾ, ഇന്ത്യ മഹാരാജ്യത്തിൽ യഹൂദൻ വന്നപ്പോൾ, കൊച്ചി മട്ടാഞ്ചേരി മുതൽ മണിപ്പൂരും ആസാമും അരുണാചൽ പ്രദേശ് വരെ നടന്നു. ഒരു സ്ഥലത്തും നമ്മളെ അവർ ആക്രമിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ തലമുറകൾ അറിയണം, ഇന്ത്യ നമ്മുടെ പോറ്റമ്മ. മനസ്സിലാകുന്നവർക്കായി ഇതെല്ലാം നാട്ടുകാർ കേൾക്കണം. ഈ പോസ്റ്റ് ഇടുന്നവന്മാർ കേട്ടാട്ടെ. ഇസ്രയേലിലെ 7ാം ക്ലാസ്സിനകത്ത് 3ാമത്തെ ഹിബ്രുവിനകത്ത് കിടക്കുന്ന ഇന്ത്യയെ പറ്റിയുള്ള ചരിത്രം. 48 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോ അവിടെ പിള്ളേർക്ക് സിലബസ് കൊടുത്തു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ 77 വർഷമായി. നമ്മുടെ പഴയ 1ാം ക്ലാസ്സിലെ കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടിയൊക്കെ എവിടെ പോയി? മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. 77 കൊല്ലമായിട്ടും അവൻ വന്ന വഴി ഇതുവരെ മറന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ചൈനക്കാർ ഇസ്രയേലിനെ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നപ്പോൾ ഒരൊറ്റ നമ്മുടെ കൂടെ ചായ കുടിക്കുന്ന ഒരുത്തനും വേണ്ടിയില്ല. ഇസ്രയേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഇന്ത്യയെ ആക്രമിക്കുന്നത് ഞങ്ങളെ ആക്രമിക്കുന്നതിന് തുല്യം. അതുകൊണ്ട് ഇന്ത്യയിലെ ഗുണം അല്ല. നാട്ടുകാർ കേൾക്കട്ടെ. അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു, പാസ്റ്ററെ,
നിന്നെ അനുഗ്രഹിക്കുന്നവന് ഞാൻ അനുഗ്രഹിക്കും. അബ്രഹാമിന്റെ തലമുറക്ക് വെള്ളവും കട്ടൻ ചായം കൊടുത്തതിന്റെ അനുഗ്രഹ ഇത് വീഴാതിരിക്കുന്ന സ്വോത്രം. എത്ര ക്ലിയറായി രാഷ്ട്രീയക്കാരും കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. സ്വോത്രം. അന്ത്യകാലമായി. അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം 49. എല്ലാവരും കേൾക്കണം, ബൈബിളും ചരിത്രവും. 49 യുണൈറ്റഡ് നേഷൻസിനകത്ത് 3 ലക്ഷം പേര് ഒരു കൊച്ചു രാജ്യം കമ്മിറ്റിയിൽ കൊടുത്തു. അപ്പൊ അമേരിക്ക പറഞ്ഞു അവനെ കേറ്റരുത്, അവൻ കുഴപ്പക്കാരനെ കുറച്ച് ദിവസം നിൽക്കാൻ. ദൈവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അന്ന് UN-നകത്ത് 5 പേരുണ്ട്. ഒന്ന് റഷ്യയുണ്ട്, ഒന്ന് ചൈനയുണ്ട്, അടുത്ത ഫ്രാൻസ് ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, അമേരിക്ക തള്ളിയപ്പോ റഷ്യക്കാരൻ പറഞ്ഞോലെ ഞങ്ങളുടെ കൂടെ അവന് നിൽക്കട്ടെ കരമുയർത്തുന്നവർക്കായി. അന്നൊരു കൊച്ചു രാഷ്ട്രം UN-നകത്ത് കയറി, യഹൂദ രാഷ്ട്രം. എന്നേരം ജെറുസലേം ആരുടെയില്ല, അറബികൾ, പലസ്തീൻ അതോറിറ്റി, ജോർദാൻ. 1967 അറബ് ഇസ്രയേൽ വാർ. ഇവിടെ തൊട്ടാ പ്രസംഗം തുടങ്ങാൻ പോകുന്നത്. ഇനി കുഞ്ഞ് വായിച്ചു തരും. 1967 അറബ് ഇസ്രയേൽ വാർ. 6 ദിന യുദ്ധം. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. ഇസ്രയേലിന്റെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് ഈജിപ്തിലെ നാസർ പറഞ്ഞു. 6 രാഷ്ട്രങ്ങൾ അവരെ കൂടുണ്ട്. 1 ഇറാഖ്, 2 സിറിയ, 3 സൗദി അറേബ്യ, 4 ലെബനോൻ, 5 ജോർദാൻ, 6 ഈജിപ്റ്റ്. ഇത് 6 രാജ്യങ്ങൾ ഇസ്രയേലിനെ തകർക്കാൻ. ഇതുപോലൊരു ജൂൺ മാസമാണ്. എല്ലാവരും കേൾക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് യുദ്ധത്തിൽ ഇപ്പൊ ഇസ്രയേലിന്റെ ദൈവം കൈവിടത്തില്ല. ഈജിപ്തിന്റെ എയർപോർട്ടിൽ 300 വിമാനമാണ്, 2.5 ലക്ഷം പട്ടാളക്കാര്, ഇസ്രയേലിനകത്ത് 40,000 പട്ടാളക്കാര്, എയർഫോഴ്സിന്റെ 6 വിമാനം. അവരുടെ കൂട്ടത്തിൽ ഒരുവൻ ഉണ്ടായിരുന്നു. അവന്റെ ഇസ്രയേലിന്റെ കമാൻഡറുടെ പേര് ഒറ്റക്കണ്ണൻ, മോശിദാൻ. അപ്പം അവര് ഈജിപ്തിൽ എന്ന് പറഞ്ഞ് 24 മണിക്കൂർ കൊണ്ട് ഇസ്രയേൽ തകരും. എല്ലാവരും കേൾക്കണം, ഇത് വാഗ്ദത്ത ജനമാ. ഇസ്രയേൽ തകരുമെന്ന് പറഞ്ഞപ്പോൾ 1967 സയോണിസ്റ്റായി മോശിദാൻ മുട്ടുമടക്കി. കമാൻഡർമാരെല്ലാം പറഞ്ഞു, സാറേ നാളെ രാവിലെ ഇസ്രയേൽ ഭൂമിയിൽ കാണത്തില്ല. അദ്ദേഹം മുട്ടുമടക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞ് അവരുടെ വിമാനം 300 ഉണ്ടെങ്കിലും അവർക്ക് 2.5 ലക്ഷം പേരുണ്ടെങ്കിലും അവരിലില്ലാത്ത ഒരുവൻ നമ്മുടെ പാളയത്തിനകത്തുണ്ട് കരമുയർത്തുന്നവർക്കായി. അദ്ദേഹം പറഞ്ഞതാ, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് 30 ലക്ഷം ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ യഹോവയുണ്ടെങ്കിൽ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ കരത്താൽ നമ്മളെ വിടുവിക്കുന്ന ദൈവം. ഇന്നത്തെ രാഷ്ട്രീയക്കാരും ഏഷ്യാനെറ്റുകാരനും മനോരമക്കാരനും ഇവിടുത്തെ ചാനലുകാരും കാണണം ഇസ്രയേലിന്റെ ചരിത്രം. അന്നൊരു സംഭവം നടന്നു. പ്രാർത്ഥന കേൾക്കുന്നവൻ അമ്മാമേ ദൈവം. 3:30 മണിക്ക് അവൻ എഴുന്നേറ്റ് മുട്ടുമടക്കി. പഴയ ഇസ്രയേലിന്റെ തോറ അവൻ കരഞ്ഞപ്പോൾ 6 പട്ടാളക്കാരെ വിളിച്ചു, കമാൻഡർമാര്. ഇന്ന് സയൻസ് കേട്ടോ, 150 അടിയിൽ ഉയരുമ്പോഴാ ക്യാമറയ്ക്കകത്ത് ഈ വിമാനത്തിന്റെ ഇത് കാണുന്നത്. 6 പേർ 6 വിമാനമായിട്ട് പോയി. അവരോട് മോശിദാൻ പറഞ്ഞു, ഒന്നീ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാം, പക്ഷേ വിമാനം തകരാം. പക്ഷെ നിങ്ങളുടെ ജീവൻ പോയാൽ നിങ്ങൾ അറ്റാക്ക് നടത്തണം രാജ്യത്തിന് വേണ്ടി. അവർ തനാക്കും തോറബായി. അന്നത്തെ കാലത്ത് ഇസ്രയേലിന്റെ പഴയ നിയമം എടുത്തിട്ട് അവർ 6 പേര് 3:30-4 മണി ഇറാനിൽ അടിച്ച അതേ സമയമാണ്. 4 മണിക്ക് 6 വിമാനം. ഈജിപ്തിന്റെ പട്ടാളക്കാരെല്ലാം കിടന്നുറങ്ങുക, വിമാനമെല്ലാം ലാൻഡ് ചെയ്തിരിക്കുക. 6 വിമാനങ്ങൾ ഈജിപ്തിന്റെ എയർപോർട്ടിനകത്ത് ചെന്നു. 300-ൽ പരം വിമാനങ്ങളെ അറ്റാക്ക് ചെയ്തു. അവരുടെ വ്യോമസേന തകർന്നു. ആ സമയത്ത് ഗോലാൻ കുന്നിൽ 40,000 പട്ടാളക്കാർ നിൽക്കുക. അവരൊറ്റ കയറ്റം കെട്ടി സിറിയയിലോട്ട്. സ്വോത്രം. അതുകൂടെ പിടിച്ചടങ്ങി. അറബ് ലീഗിന്റെ നേതാക്കൾ നിലവിളിച്ചു, UN-നോട് പറഞ്ഞു, എല്ലാ രാജ്യങ്ങളും പിടിക്കും. അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അന്ന് കിഴക്കൻ ജെറുസലേം ഇസ്രയേലിന്റെ കയ്യിലായി. 2 പ്രവചനം. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം. ഇനി അടുത്തത് അത് ഭാരമുള്ള കല്ലായി. 2016. ഇനി പ്രവചനത്തിലേക്ക് വരിക. കണ്ടോ വായാടി ട്രംപ്. മക്കളെ ഇത് ലൈവ് ക്ലിയർ കൊടുക്കണേ. ഇത് കണ്ടിട്ടും വല്ലവരും പറയും. 2017 8-ാം തീയതി ദാ കിടക്കുന്നു. ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി. ടെല്ലവീവായിരുന്നു തലസ്ഥാനം. 1-ാമത്തെ കാര്യം ഭാരമുള്ള കല്ല്. 4 രണ്ടാമത്തെ ദാണ്ട് എല്ലാവരും കാണണം. വീട്ടിൽ ചെന്ന് ലൈവ് നോക്കണം. ചൈന കണ്ടാട്ടെ. ലോകം വിട്ടു നിന്നു. ട്രംപിന്റെ മകളുടെ പേരാ ഇവാങ്കലിനെ കെട്ടിയത് ജാറേദ് കുഷൻ റഘൂദന. എവന്റെ പാർട്ട്ണറാ ഇന്ത്യയിൽ നിന്ന് 2 മൊബൈലിനെ പിടിച്ച എലോൺ മസ്ക്. അവൻ കാറും തുടങ്ങാൻ പോകുന്നതാ. എലോൺ മസ്ക് കാറ്. ഇതെല്ലാം അന്ത്യകാലം, ആന്റി ക്രൈസ്റ്റ് വരുന്നതിന്റെ വരവാ. ഇതൊന്നും ആരും പറയത്തില്ല. അത് കഴിഞ്ഞിട്ട് UN-നകത്ത് അവർ എഴുതി കൊടുത്തു, ഇസ്രയേൽ ജൂതരാഷ്ട്രം. ഇനി ഒറ്റ ഒരുത്തനെ അവനോട് മിണ്ടാൻ പറ്റത്തില്ല. സ്വോത്രം. അപ്പൊ സെക്കരിയാവ് പറഞ്ഞ 3 പ്രവചനം നിവർത്തി. 1 ജെറുസലേം, 2 67 പരിഭ്രമപാത്രം. ട്രംപ് വന്നു, ഭാരമുള്ള കല്ലായി ഇതിനെ വെച്ചു. ഇപ്പോൾ നടക്കുന്നത് ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും.
അതാ 2023 ഒക്ടോബർ 7. ഇനി എവിടെ? ഗാസ, ഇസ്രായേൽ. അടുപ്പിച്ച് വാക്യങ്ങൾ പോകും. ശ്രദ്ധയോടെ ഇരിക്കണം. കണ്ണ് വെക്കുന്ന പോലെ വാക്യം നോട്ട് ചെയ്യണം. പറയാം. ഇന്ന് രാത്രി നിങ്ങൾ കൊല്ലം ജില്ലയുടെ ഒരു ബോർഡറിലേക്കാണ് പത്തനംതിട്ട വരുന്നത്. ഏനാത്ത് കഴിയുമ്പോൾ, കൊളക്കട കഴിയുമ്പോൾ പത്തനംതിട്ട ആരംഭിക്കും. കിളിവയൽ, അതുപോലെ തന്നെ അപ്പുറത്ത് വരുമ്പോൾ വടക്കടത്തുകാവ്, അടൂർ, പത്തനംതിട്ട. അതുപോലെ ഇസ്രായേൽ ഗാസയുടെ ഒരു ബോർഡർ ഉണ്ട്. പുറകെ കുഞ്ഞു വായിക്കും. 4 ജില്ലകൾ: ആഷ്കലോൺ, അഷ്തോദ്, അത് കഴിഞ്ഞ് ബേർഷവ, കിരിയാത് ഗട്ട്. ഇതാ ഇസ്രായേലിന്റെ ഗാസയായിട്ടുള്ള ബോർഡർ. അത് കഴിയുമ്പോൾ ആ ഗാസ 271 കിലോമീറ്റർ. നമ്പർ 1 എക്രോൺ, നമ്പർ 2 സഹർ, നമ്പർ 3 റാഫ, നമ്പർ 4 ഖാൻ യൂനിസ്. ആ ഗാസയിൽ നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം വരും. ഇന്നലെ ഞാൻ പറഞ്ഞു, ഇറാനിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, ഇസ്രായേലിനെ തീർത്ത. അവന്റെ പേരായിരുന്നു ഹാമാൻ. ആ എച്ചിൽ തുടങ്ങുന്ന 3 സംഘടനകൾ ഒരുമിച്ച് ഇസ്രായേലിനെ ആക്രമിക്കും. യമനിലെ ഹൂത്തി, അത് കഴിഞ്ഞിട്ട് ഇറാൻ, ഹിസ്ബുള്ള, ലബനോൻ, അത് കഴിഞ്ഞിട്ട് ഹമാസ്. ഇത് 3 ഇറാന്റെ പ്രോക്സിയ. മലയാളം. ഇതിന്റെ പിൻപിലെല്ലാം കാശ് കൊടുക്കുന്ന ഇറാന്. ആദ്യത്തെ ആക്രമണം ഒക്ടോബർ 7. അതാ 4ാമത്തെ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം. ഇനി ബൈബിൾ ഇന്ന് നടക്കുന്ന റൈസിംഗ് ലൈൻ വരെ പോകുമ്പോൾ ഇടവേള തുറക്കാം. കുഞ്ഞു വായിക്കുന്നു. ആമോസ് 1:6-7. ഗാസ, ഇസ്രായേൽ. ബൈബിൾ ഉള്ളവരെല്ലാം നോട്ട് ചെയ്യണം. ഇല്ല വീട്ടിൽ ചെന്ന് നിങ്ങൾ നോട്ട് ചെയ്തോണം. കർത്താവിന്റെ വരെ അടുത്തു. ആമോസിന്റെ പ്രവചനം 1:6-7 വാക്യം. മോള് വായിച്ചാട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഗസ്സയുടെ 3-4 അതിക്രമം ഈ ഗാസയാ ശിംശോന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച്. എല്ലാരും കേട്ടോണം. ബാക്കി നാളെ പറഞ്ഞുതരാം. അങ്ങനെ ഗാസയുടെ 4 ആക്രമണം. സമാധാനത്തെ സ്കൂളിൽ ചിറ്റാറി പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാം. 1ാമത്തെ ഇസ്രായേൽ ഗാസ 2003 1000 പേരെ മരിച്ചോള്. 2 ഇസ്രായേൽ ഗാസ 2007 2000 പേർ. 3 ഇസ്രായേൽ ഗാസ 2013 4000 പേർ. 4ാമത്തെ ആക്രമണം കോവിഡ് കാലത്ത്. അന്ന് പത്രം വായിച്ചവർക്കറിയാം. ഹമാസ് ഇസ്രായേൽ സംഘടനത്തിൽ ഇടുക്കിക്കാരി ഒരു നേഴ്സ് മരിച്ചു. സൗമ്യ സന്തോഷ്. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. 4 കഴിഞ്ഞ് ഇത് 5. ഇതാ അന്തിമ ദിനം. ഗാസയുടെ 3-4 അതിക്രമ നിമിത്തം. വായിക്കാം മോളെ. അടുത്തത്. അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കുക. ഒക്ടോബർ 7-നകത്ത് ഏകദേശം 2000 പേരെ കൊന്നു. 258 പേരെ കൊണ്ടുപോയി. കുറച്ചു പേരെ വിട്ടു. ഇന്നലെയും ഡെഡ് ബോഡി കൊടുത്തു. ഇനിയും 40-ൽ പരം പേർ ഹമാസിന്റെ കസ്റ്റഡിയിൽ. അതുകൊണ്ട് ഗാസ ഇസ്രായേൽ സംഘടനം അവസാനിക്കാത്തത്. ബൈബിൾ അത്ര ക്ലിയറാ. ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയതാൽ. വായിച്ചോട്ടെ മോളെ. വായിക്കേ. അടുത്ത വാക്യം. ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല. ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല. അതാ ഇന്നത്തെ ഗാസ, ഇസ്രായേൽ. അടുത്തത്. ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഒരു ദിവസം മലയാള മനോരമ വന്ന വാർത്ത. ഗാസ തീഗോളം. കരമുയർത്തുന്നവർക്കായി, വാർത്ത വായിച്ചവർക്കായി. എത്ര ബൈബിൾ ക്ലിയറായി. അതിന്റെ അരമനകൾ, അൽ ജസീറ ടെലിവിഷൻ, അത് കഴിഞ്ഞ് പിള്ളാരുടെ സ്കൂളുകൾ, സകലതും ഇസ്രായേൽ തകർത്തു. ഇന്ന് രാത്രി തണ്ണിത്തോടിനോട് ഒരു രാത്രി കൂടെ പ്രസംഗിക്കുന്നവൻ മാറും. പ്രവാചകൻ വീണു.